നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന വല്ലാത്ത ടെൻഷനോടുകൂടി നിധി മുറിയിലിരിക്കണ സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് നിധിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നിധി പറഞ്ഞു, എന്തൊക്കെയാ സുധീഷ് ഇവിടെ നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുധീഷ് പറഞ്ഞു, അത് പിന്നെ ചേട്ടൻ അനുജന്മാരാകുമ്പം ചില തർക്കങ്ങളും വഴക്കുകളും പടക്കങ്ങളും ഒക്കെ ഉണ്ടാവും, അറിയാലോ നിധി നിനക്ക്. ഇപ്പൊ ഇവിടെ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒന്നുകൂടെ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കും ഇവരെല്ലാരും കൂടെ. അത് എന്നോട് ചോദിക്കാതെ ഇവരൊക്കെ ചെയ്തേ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്താ. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതിന്റെ പേരിലാണ് ഞാൻ അവരുമായിട്ട് വഴക്കിട്ടത്. നിനക്കറിയാലോ, നിന്നെപ്പോൾ തന്നെയാണ് ഞാനും. ആ സമയം നിധി പറഞ്ഞു, സുധീഷിനെ നേരത്തെ പറയാൻ മേലായിരുന്നു അവരോട്. ഞാൻ എങ്ങനെ പറയും? എനിക്ക് അതിനുള്ള സമയം കിട്ടിയോ? അവരുടെ എല്ലാവരുടെയും കണ്ണില് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. ആ കാര്യം മറക്കരുത്. വെറുതെ ഒരു താലി കെട്ടിയതാന്നുള്ള കാര്യമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യമാണ് പെട്ടെന്നങ്ങനെ. പിന്നെ എന്ത് ചെയ്യും? ഞാൻ അവിടെ വീണ്ടും വന്ന് നിന്ന് തരണോ? കഴുത്ത് കുനിച്ചു തരണോ? ഒരിക്കലും നടക്കില്ല. കെട്ടിയ താലി എങ്ങനെ പറിച്ചെറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴാ അപ്പം വീണ്ടും സുധീഷ് ഇങ്ങോട്ട് വരണേ. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിധി? പ്ലീസ്. അതെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞാൽ പോരെ, ഞാൻ അവരോട് പോയി പറയാം. സുധീഷിന്റെ ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ അവർക്കത് മനസ്സിലാവും. അവർ വന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ടോളും. നിധി, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. നാട്ടുകാരുടെ എല്ലാം മുന്നിൽ ഞങ്ങൾ നാണം കിടും. നിധിക്കറിയാലോ, ഈ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വിവാഹം, ഒരു പെണ്ണ് പോലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആ സമയത്താണ് ഇങ്ങനെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. നിധി പറഞ്ഞു, സുധീഷിന് ഇനി മടിയാണെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷ് പറഞ്ഞേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ചെന്ന് പറയാന്ന് പറഞ്ഞു. നിധി മുറിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ ടെൻഷനോട് കൂടിയിട്ടാ സുധീഷ് സുഭാഷിന്റെ നികേഷിന്റെയൊക്കെ അടുത്തേക്ക് ഇരുന്ന് എങ്ങനെ പറയും. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി, ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. റിസപ്ഷന് സമയം ആയിക്കൊണ്ടിരിക്കുക. പാചകത്തിന്റെ പരിപാടി എല്ലാം പൂർത്തിയായി. പന്തലും എല്ലാം അലങ്കരിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആ സമയത്ത് താൻ എങ്ങനെ തന്റെ ചേട്ടനോട് ചെന്നിട്ട് പറയും, ഇത് വേണ്ട, താനും അവളും തമ്മിൽ വെറുതെ ഒരു കല്യാണമായിരുന്നു, അത് ശരിക്കുള്ള കല്യാണമല്ല. തന്റെ മനസ്സിൽ അവളോട് ഇഷ്ടമുണ്ട്, പക്ഷെ അവൾക്ക് തന്നോട് ഇഷ്ടമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയതാണ്. അത് പറഞ്ഞുകൊണ്ട് എന്നാൽ ചേട്ടന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതൊക്കെ ഓർത്തപ്പോൾ സുധീഷിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഒടുവിൽ സുധീഷ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നികേഷും സുഭാഷും ഒക്കെ സംസാരിച്ചിരിക്കുന്നതാണ് കണ്ടത്. സുധീഷിനെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താടാ, എന്ത് പറ്റി? നീ അവളോട് സംസാരിച്ചോ? അവൾ ഓക്കെ ആണല്ലോ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ആ സമയത്ത് സുഭാഷിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പൈസ വെച്ചു. അതെ, ആ പാചകത്തിന് കുറച്ച് പൈസ വേണമെന്ന് പറയണം. അങ്ങനെ പൈസ എടുത്ത് കൊടുക്കണം. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിന് ടെൻഷനായി. സുഭാഷ് പറഞ്ഞു, നിന്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടത്തണം. അതിന് വേണ്ടിയിട്ടാ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഓടിപ്പാഞ്ഞ് നടന്ന് ചെയ്തേ. നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇതൊക്കെ? അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അല്ല നിധി എന്തിയെ? അവള് ഇപ്പൊ തന്നെ റെഡിയാവും. പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നീ കണ്ടില്ലേ? പിന്നെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? നികേഷ് ചോദിച്ചു, ഇതെന്താ ചേട്ടാ, ചേട്ടൻ കുളിക്കുക പോലും ചെയ്തില്ലല്ലോ. അത് പിന്നെ ഞാൻ ദേ വേറെപ്പോടെയുള്ള ഷർട്ടോടെ ഇട്ട് നിൽക്കുന്നേ. ആൾക്കാരൊക്കെ ഒന്ന് ഈ കോലത്തിലാണ് പോയി നിൽക്കുന്നേ. ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ടുപേർക്കും. അതെ, ഏടത്തിയമ്മയുടെ ഡ്രസ്സ് മുറിക്കാത്തതുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സ് അതെ നമ്മുടെ മുറിക്കാത്ത കവറിനകത്തിരിപ്പുണ്ട്. അതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാൻ പറഞ്ഞു. സുധീഷിന് തലയാട്ടുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്ത് പറയാനായിട്ടാ? പറയാൻ വന്ന വേറെ കാര്യം. പക്ഷെ സുഭാഷിന്റെ നികേഷിന്റെ ഒക്കെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പോലും പറ്റില്ല. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ നെഞ്ചു പൊട്ടും. ഇവരോട് താൻ എങ്ങനെയാ പറയണേ? ഇത്ര സ്നേഹമുള്ളൊരു ചേട്ടനെ അനുജനെയൊക്കെ കിട്ടിയത് ഭാഗ്യം തന്നെയാ. തനിക്ക് വേണ്ടിയിട്ട് അവർ ഓടിപ്പാഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നേ. പക്ഷെ തൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. നിധിയുടെ അടുത്ത് എന്ന് ചെയ്യുമ്പോഴത്തേനും നിധി ഓരോന്ന് പറയും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടിലോടുകൂടി സുധീഷ് വീണ്ടും അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും നികേഷ് വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് റെഡിയാവാൻ പറയാണ്. സുധീഷ് കുളിക്കാനായിട്ട് കയറിയിട്ട് സുധീഷ് കുളിക്കുന്ന സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. താൻ കുളിച്ചൊരുങ്ങി വന്നാലും പെണ്ണു വേണമല്ലോ. നിധി ഒരിക്കലും തയ്യാറാവില്ലെന്നറിയാം ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്. കാരണം ഒന്ന് താലി കെട്ടിയതിൻ്റെ ക്ഷീണം അവൾക്ക് മാറിയിട്ടില്ല. അവൾക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പം വീണ്ടും താൻ എങ്ങനെ ചെന്ന് പറയും തൻ്റെ മുന്നിൽ വീണ്ടും അവളോട് കഴുത്ത് കുനിച്ചു തരാനായിട്ട്? അത് സമ്മതിക്കില്ലെന്നറിയാം. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് സുധീഷ് കുളിയെ കഴിഞ്ഞിറങ്ങണേ. കുളി കഴിഞ്ഞ് സുധീഷ് ഇറങ്ങി വരുമ്പോഴത്തേനും നിധി വെച്ചു, എന്തായി? അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കണം. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ എങ്ങനെയാ നിധി പറയണേ? അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഞാൻ അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. എന്തൊക്കെയാ സുധീഷെ പറയണേ? അപ്പം ഞാൻ വീണ്ടും കഴുത്ത് നീട്ടി തരണമെന്നാണ് പറയണേ? ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, നിന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയത്.
കള്ളത്തരമൊക്കെ പറഞ്ഞ് അപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കൊന്നും ചെയ്തുകൂടെ? ജസ്റ്റ് ഒരു 2 മണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ എൻ്റെ കൂടെ നിന്ന് അവിടെ മണ്ഡപത്തിൽ ഒന്ന് നിന്ന് തന്നാൽ മതി. 1 മണിക്കൂറും കൊണ്ട് എന്ത് ചെയ്യാനാ? 1 മണിക്കൂർ കഴിയുമ്പം ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാവരും വീട്ടിൽ പോയിക്കോളൂ എന്ന് പറയണം. അതിനുശേഷം എന്നെ കൊണ്ട് വിടില്ലേ, എനിക്ക് പോകണ്ടേന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, സുധീഷെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താമെന്ന് മാത്രം പറയരുത്. കാരണം എനിക്ക് പോയേ മതിയാവുള്ളൂ. ഇപ്പം നാളെ എല്ലാവരും അറിയും ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ. അതിനേക്കാളും ഭേദം അതിനൊന്നും മുതിരാതിരിക്കുന്നതല്ലേ. വെറുതെ അതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കുക. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനിതൊക്കെ ചെയ്തേ. അതുമൂലം എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിധി പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. ഞാൻ കാരണം കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പണമൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാരമില്ല, അതൊക്കെ ഞാൻ തിരിച്ചു തന്നോളാം. പക്ഷേ ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ കഴുത്തിയിട്ട് തരാൻ എന്നെ കൊണ്ട് പറയരുത്. അല്ല, എന്നെ കൂടെ ചെയ്യിക്കരുത്. എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് നിധി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പം തന്നെ അവരോട് പോയി കാര്യങ്ങൾ പറ. അല്ല, ഇപ്പം ഞാൻ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു പറയാം. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, പ്ലീസ് ബാഗൊന്നും എടുത്തുകൊണ്ട് പോകണ്ട എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ സുധീഷ് പുറത്ത് ഹാളിൽ വന്നിരിക്കുവാണ്. ആ കുളി കഴിഞ്ഞ് വന്നവിടെ തന്നെ ഇങ്ങനെ തലമുടി പോലും ശരിക്കും തോർത്തിട്ടില്ല സുധീഷ്. ആ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ്. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ഏട്ടനൊക്കെ വരുമ്പോൾ ഏട്ടനോടൊക്കെ എന്ത് പറയും? എല്ലാവരുടെ മുന്നിൽ നാണം കെടുമല്ലോ എന്ന് ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ സുധീഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് അങ്ങോട്ട് വരുന്ന സമയത്ത് സുധീഷ് പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതെന്താടാ നിന്നോട് റെഡിയാൻ പറഞ്ഞിട്ട് കുളി കഴിഞ്ഞ് നീ ഇങ്ങനെ വന്നിരിക്കുവാണോ? നിനക്ക് ഡ്രസ്സൊക്കെ മാറണ്ടേ? മാറണം. ഇപ്പം തന്നെ ഞാൻ പോവാ. എന്നാൽ പെട്ടെന്നാട്ടെ. അതേ സമയം ഒന്നും കളയണ്ടെന്ന് പറയണം. ആ സമയം വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ കൂടാനായിട്ട്. അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നിറയുവാണ്. സുഭാഷിന് നല്ല ടെൻഷനുണ്ട്. ഇതുവരെയായിട്ട് അവരൊന്നും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ. ഇതേ സമയത്ത് നികേഷും ഹരീഷും ഒക്കെ ഫോണിനകത്ത് വന്ന് ആ ന്യൂസ് കാണുവാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് വന്നത് നിധിയും സുധീഷും തമ്മിലുള്ള കല്യാണമായിരുന്നു. നിധി എന്ന് പറഞ്ഞാൽ കോടീശ്വര പുത്രിയല്ലേ. കാരണം ഇഷ്ടംപോലെ സ്വർണ്ണക്കടയും ടെക്സ്റ്റൈൽ ഷോപ്പും ഒക്കെ ഉള്ള രാജീവിന്റെ മകള് നിധിയും സുധീഷും തമ്മിലുള്ള, സുധീഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈവർ ജോലിക്ക് വന്ന ചെക്കനാണ്. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നികേഷ് ചോദിച്ചു, ആഹാ കൊള്ളാലോ എന്ന് പറയാണ്. ഇത് കൊള്ളാലോ, അപ്പൊ ശരിക്കും ശരിയല്ലേ? ആ നിധി ചേച്ചി കോടീശ്വര പുത്രിയല്ലേ? അപ്പൊ അവിടെ ഇരുന്ന് പലരും ആ വാർത്തയെ കൊണ്ടു. അവരൊക്കെ പറഞ്ഞു, അല്ല സുധീഷിന് എങ്ങനെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടി? എന്ത് കണ്ടാണോ എന്തോ ആ പെണ്ണ് അവനെ സ്നേഹിച്ചെന്നൊക്കെ പറയാം. അവരും അയലൊക്കത്തുള്ളവരൊന്നും വിശ്വസിച്ചില്ല ഇത്ര നല്ലൊരു പെൺകുട്ടി അത് ഈ വീട്ടിലേക്ക് കയറി വരുമെന്നുള്ള കാര്യം. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം പോലീസ് സ്റ്റേഷൻ വെച്ച് കല്യാണം നടന്നതിന്റെ ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും സുധീഷ് കള്ളത്തരം പറഞ്ഞൊന്നും അല്ല, അവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാന്നൊക്കെയുള്ള കാര്യം. നികേഷിനും ഹരീഷിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അകത്തിരിക്കുക. സുധീഷിന് ഭയങ്കര ടെൻഷനാ. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ച കണ്ടേ. എടാ എന്താടാ നിന്നോട് റെഡിയാൻ പറഞ്ഞിട്ട് നീ റെഡിയാവത്തെ? അത് പിന്നെ എൻ്റെ ഡ്രസ്സ് നിധിയുടെ മുറിയില്ല. ഓ അതാണോ? അല്ല അതിപ്പോൾ അവളുടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ ശല്യം ചെയ്തില്ല. ഓ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കുമാണ് സുഭാഷ് ഏട്ടന്നൊരു വിളിയേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോൾ സുനന്ദിയ. ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടേന്ന് ചോദിച്ചു. പകുതി വീടിനകത്തേക്ക് കയറിയിട്ടാ ചോദിക്കുന്നത്. അതിന് നീ ഇവിടം വരെ കയറിയല്ലോ എന്നിട്ടാണ്ടി ചോദിക്കണേന്ന് ചോദിച്ചു. അങ്ങനെ സുനന്ദി അങ്ങോട്ട് വന്നിട്ട് കൺഗ്രാസ് പറയുവാണ് സുധീഷിനോട്. ചെക്കനാള് കൊള്ളാലോ. അല്ല ഇതെന്താ കല്യാണ ചെക്കൻ ഇങ്ങനെ നിൽക്കുന്നേ? ഡ്രസ്സൊന്നും മാറുന്നില്ലേ? അതെ ഇപ്പൊ തന്നെ മാറാൻ പോവാ. അല്ല ഇന്ന് റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അല്ലേ? സുഭാഷ് ഒഴിഞ്ഞൊരു 10 മിനിറ്റുള്ളിൽ തന്നെ നടക്കും. എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത്? നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങ. അല്ല എന്തേ ചേച്ചി എന്തേന്ന് ചോദിക്കുക. മുറിക്കാത്തുണ്ട് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷിനോട് സുനന്ദി പറഞ്ഞു, അല്ല എന്നാ പിന്നെ എന്താ സുധീഷനും കൂടെ പോയി ഡ്രസ്സൊക്കെ മാറ്റാൻ മേലായിരുന്നു. അതെ എൻ്റെ ഡ്രസ്സ് അവളുടെ മുറിയില്ല. ഓ അങ്ങനെയാണല്ലേ, അതിനെന്താ ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറയാം. സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, നല്ലൊരു കാര്യമാണ് സുനന്ദി, അന്നാ നീ അതും കൂടെ പോയി എടുത്തോണ്ട് വരാൻ പറയണം. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അയ്യോ അത് പിന്നെ വേണ്ട. വേണ്ടെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല അത് ഞാന് സുഭാഷ് പറഞ്ഞു, അവൾ പോയി എടുത്തോണ്ട് വരും. പിന്നെ നിധിക്ക് എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ സുനന്ദ സഹായിക്കുകയും ചെയ്യൂല. അത് തന്നെ, അതൊരു നല്ല കാര്യം, അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി സുഭാഷ് ചേട്ടൻ. എന്താ? എൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ അവിടെ വന്നിരിപ്പുണ്ടെന്ന് പറയണേ. എവിടെ? ദേ അവിടെ ഒരു കസാലിരിപ്പുണ്ട്, ഏറ്റവും പുറയിലായിട്ട് ഇരിക്കുന്നുണ്ട്. സത്യമാണോ നീ പറയണേ? അല്ലാതെ പിന്നെ. സുധീഷ് ചോദിച്ചു, അവരെന്തേ പിന്നാലെ പോയിരുന്നേ? അവർക്ക് മുന്നിൽ വന്നിരിക്കാലോ. മുന്നിൽ വന്നിരിക്കാൻ നാണക്കേട്. കല്യാണം നടക്കലെന്ന് വിചാരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന രണ്ടുപേരും കൂടെ എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന, അതുകൊണ്ട് അവർക്ക് പിന്നിലിരിക്കാനേ താല്പര്യമുള്ളൂ, മുന്നിൽ വന്നിരിക്കാനായിട്ട് ഒരു മടിയാന്ന് പറയാണ്. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, മടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരെ ഞാൻ വീട്ടിൽ പോയി ക്ഷണിച്ചല്ലേ, പിന്നെ അവർക്ക് ധൈര്യമായിട്ട് മുന്നിൽ തന്നെ വന്നിരിക്കാലോ എന്ന് പറഞ്ഞു.
സുനിധി പറഞ്ഞു, ഞാൻ കല്യാണ പെണ്ണെ പോയി ഒരുക്കി ഒന്ന് സെറ്റ് ആക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അതേസമയം ഭാസ്കരൻ അങ്ങോട്ടേക്ക് വന്നു. ഭാസ്കരൻ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെയാണ്, നല്ല ഒളിത്ത് തന്നെ പാട്ട് വെച്ചിരിക്കുന്നത്. ഭാസ്കരൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം ഹരീഷും നികേഷിനോട് പറഞ്ഞു, ഇതെങ്ങ് നോക്കടാ, ഇപ്പൊ തന്നെ ഡാൻസ് തുടങ്ങിയെന്ന് പറയണ. പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും ചേട്ടാന്നൊക്കെ പറയണ. ഈ സമയം നിധിയുടെ അടുത്തേക്ക് സുനന്ദി കയറി വന്നു. ഇതെന്തിരിപ്പായിരിക്കുന്നേ? അപ്പൊ ചേച്ചി റെഡിയായിട്ടില്ലേ? അല്ല എന്താ, അല്ല ചേച്ചിയോട് റെഡിയാവാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ഫംഗ്ഷനൊക്കെ തുടങ്ങുമെന്നുള്ള സുഭാഷ് ചേട്ടൻ പറഞ്ഞ്, എന്നിട്ട് റെഡിയാവാതിരിക്കുവാണോ? അല്ല എന്തിനാ സുനന്ദി വന്നേ? അത് ഞാൻ പിന്നെ സുധീഷ് ചേട്ടൻ വെളിയിൽ നിൽക്കുമല്ലേ, സുധീഷ് ചേട്ടൻ ഡ്രസ്സ് എവിടെ ഇരിക്കുന്നത്, എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചോണ്ട് നോക്കി. അപ്പം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിരിക്കുമല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്തുകൊണ്ട് കൊടുത്തിട്ട് വരാം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചേച്ചിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലല്ലേ, ആരോടും പറയാൻ പറ്റില്ല, അതുകൊണ്ട് വിഷമിച്ചിരിക്കുമായിരുന്നല്ലേ. സാരമില്ലാന്നേ, എനിക്കറിയാം, ഞാനതൊക്കെ ഉടുപ്പിച്ചു തരാം, ഇതൊന്ന് കൊണ്ടേ കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് സുനന്ദി അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ സുനന്ദി വീണ്ടും അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ നമുക്ക് റെഡിയാവുമെന്ന് പറയണം. അങ്ങനെ സാരിയൊക്കെ എടുത്തോണ്ട് അവിടെ വെച്ചു. സാരിയൊക്കെ ഉടുപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നല്ല സെറ്റായിട്ട് ഒരുക്കാം. അല്ല മേക്കപ്പ് കിറ്റ് വല്ലതും ഉണ്ടോ? അതൊക്കെ ചിലപ്പോൾ കാണുമല്ലോ അല്ലേ, അതോ ഇനിയിപ്പോൾ ഓടിപ്പോകുന്ന സമയത്ത് അതൊക്കെ എടുക്കാൻ മറന്നുപോയോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ പോയി എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വാദോരാതെ സുനന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം നിധി എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുകയാണ്. പിന്നീട് നിധിയോട് പറഞ്ഞു, ഞാൻ ഒരു 5 മിനിറ്റും കൊണ്ട് സാരി ഉടുപ്പിച്ചു തരാം, ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് ഓർത്ത് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്തൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സാരിയുടെ ഫ്ലീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുവാണ്. ആ സമയം നിധിക്കാണ് സങ്കടമാണോ ദേഷ്യമാണോ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നിധി പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് സുനന്ദയോട് പറഞ്ഞു, അതെ ഈ മുറിക്ക് അതൊന്ന് പുറത്തു പോയി തരാമെന്ന് ചോദിക്കുക. എന്താ ചേച്ചി പറഞ്ഞേ? പുറത്ത് പോകാനാ പറഞ്ഞേന്ന്. അല്ല ചേച്ചി, അത് ഞാനെന്തിനാ പുറത്ത് പോകുന്നത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചിയോട്, തെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പുറത്ത് പോകാൻ പറഞ്ഞ പുറത്ത് പോയാൽ മതി, പറഞ്ഞു കേട്ടല്ലോ. അതുകൂടെ കേട്ട് ഞാൻ സുനന്ദിക്ക് ആ പട വിഷമമായിപ്പോയി. തന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് പോലും സുനന്ദിക്ക് മനസ്സിലായില്ല. സങ്കടത്തോടു കൂടി സുനന്ദി നോക്കുവാണ് നിധീനെ ഒന്ന്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാരണം താനിനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്ന് പോലും അറിയത്തില്ല. ആ സമയത്ത് സുധീഷ് എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ ഇടുവാണ്. സുഭാഷും കൂടെ ഉണ്ടായിരുന്നു. സുധീഷിനാണ് ടെൻഷൻ, ദൈവമേ അപ്പുറത്ത് എന്തായി എങ്ങനെയാണെന്നും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ, അവളുടെ ഡ്രസ്സ് മാറിയിട്ടുണ്ടാവുമോ അതോ ഇനിയിപ്പം മാറാതിരിക്കുവാണോ? അങ്ങനെയാണ് താൻ പെട്ടുപോയത് തന്നെ. ഇന്ന് വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ തൻ്റെ ചേട്ടനും അനുജന്മാരും അതുപോലെ അച്ഛനും എല്ലാവരും നാണം കിടും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം സുധീഷിനൊന്ന് പൊട്ടിക്കരയണം തോന്നി. പക്ഷെ സുഭാഷ് അരികിലുള്ളതുകൊണ്ടൊന്നും പറ്റത്തില്ലോ. സുഭാഷ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, എടാ നിനക്ക് എന്ത് പറ്റിയടാ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നത്, ഒരു സന്തോഷമൊന്നും ഇല്ലോന്ന്. ഒന്നുമില്ല ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ എത്ര സമയം കള്ളത്തരം പറഞ്ഞിങ്ങനെ മാറി നിൽക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുനന്ദി കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ്. സുനന്ദിയെ കണ്ടുകഴിഞ്ഞ് സുഭാഷ് ചോദിച്ചു, എന്ത് പറ്റി? അതെ എന്നോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞു ചേച്ചി എന്ന് പറയണ. എന്തിനാ? എനിക്കറിയില്ല. ആ ചേച്ചി അതേപോലെ തന്നെ അവിടെ ഇരിക്കുക, ഡ്രസ്സൊന്നും മാറ്റിയിട്ടും കൂടി ഇല്ല. അപ്പോഴേക്ക് സുഭാഷ് സുധീഷിനോട് ചോദിച്ചു, എന്താടാ ഇതൊക്കെ? അത് പിന്നെ ചേട്ടാ, എടാ എന്തേലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നോട് തുറന്നു പറ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാടാ അവൾ ഡ്രസ്സ് പോലും മാറ്റാത്ത മുറിയിലിരിക്കുന്നേ? ആ സമയത്ത് സുനന്ദി പറഞ്ഞു, ചേച്ചിക്ക് ഈ കല്യാണ റിസപ്ഷൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത്, അതുകൊണ്ടാന്ന് തോന്നുന്നത് മുറിയിൽ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ സാരി ഒന്ന് ഉടുക്കും ഇങ്ങനെ ചെയ്യണ്ടേ, ഇത് സാരി പോലും ഉടുത്തിട്ടില്ല, എനിക്ക് ആ പാട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അത് കേട്ടപ്പം സുധീഷിനോട് സുഭാഷ് ചോദിച്ചു, എടാ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കില്ലേ, ഇനി എങ്ങാനും മുടക്കം വല്ലതും വരുമോ? ഇല്ല ഏട്ടാ, മുടക്കമൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് സുധീഷ് മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം നിധി ആകെപ്പാടെ കട്ടക്കലിപ്പോടെ ഇരിക്കുകയാണ്. സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പാഞ്ഞിങ്ങോട്ട് വന്നു. നിങ്ങളുടെ വിചാരം എന്താ? എന്നെ കല്യാണം കഴിച്ചത് സുഖമായിട്ട് ജീവിക്കുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞ ഈ ബന്ധത്തിന് എനിക്ക് സമ്മതമല്ലെന്ന് വീണ്ടും വീണ്ടും എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ കോട്ട് സൂട്ട് ഒക്കെ നല്ല സ്വന്തനായിട്ട് ഇറങ്ങിയല്ലേ, അപ്പം ഞാനും കൂടെ സാരി ഉടുക്കണമായിരിക്കും. അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിവാഹം വേണ്ടെന്ന്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? സുധീഷ് പറഞ്ഞു, 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനുശേഷം നീ നിന്റെ വഴിക്ക് പൊയ്ക്കോ, എനിക്ക് പ്രശ്നമില്ല. എന്നെ കൊണ്ട് വീണ്ടും ഒന്നും പറയിപ്പിക്കരുത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോട് പറയാം നമ്മളുടെ തമ്മിലുള്ള കല്യാണം എങ്ങനെയായിരുന്നെന്ന്. എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം, എല്ലാവരും അറിയട്ടെ. നമ്മൾ തമ്മിലുള്ള കല്യാണം നടന്നതിൻ്റെ കാരണങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടന്മാർ നമ്മളോടൊപ്പം നിൽക്കുമെന്നൊക്കെ പറയണം. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് കേട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് സുഭാഷ് കഥ തുറന്ന് വരുമ്പോഴത്തേനും സുധീഷും നിധി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.